Hello friends, hearty welcome to Uten Craft. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്ന ഫ്ലവർ ആണിത്. ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ ഫ്ലവർ. ഈ ഫ്ലവറിൻ്റെ ഓരോ പാർട്സും ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഫ്ലവറിൻ്റെ സ്റ്റെമ്മാണ്. ഈ സ്റ്റെം ചെയ്തെടുക്കാനായിട്ട് ഗ്രീൻ കളറുള്ള A4 ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. A4 ഷീറ്റിൻ്റെ നമ്മൾ എടുക്കേണ്ട പീസിൻ്റെ ലെങ്ത്ത് 30 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് വരുന്നത് 10 സെൻറ്റിമീറ്റർ. അതിനുശേഷമാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫിനിക്സ് പേപ്പറാണ്. ഫിനിക്സ് പേപ്പർ 2 തരമായിട്ട് നമുക്ക് കിട്ടും. ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് കിട്ടും, അതായത് പുറത്തും അകത്തും വെവ്വേറെ കളറായിട്ട് കിട്ടും. ഒരേ കളറിലുള്ളതും അവൈലബിൾ ആണ്. അപ്പോൾ അത് കളർ ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തെടുത്തോളൂ. അത് സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. അതിനുശേഷം നമ്മളതിൻ്റെ കാലിക്സ് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമ്മളതിൻ്റെ സ്റ്റേമൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്ലവറിൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റേമൻ. ഈ സ്റ്റേമന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഓറഞ്ചും യെല്ലോയും കളറ് ക്രേപ്പ് പേപ്പർ അല്ലെങ്കിൽ ഫിനിക്സ് പേപ്പർ നിങ്ങൾക്ക് എടുക്കാം. ഓറഞ്ച് കളർ വരുന്ന ആ പീസിൻ്റെ ലെങ്ത്ത് വരുന്നത് 5.5 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് വരുന്നത് 2.5 സെൻറ്റിമീറ്ററുമാണ്. ഇനി അതിൻ്റെ സ്റ്റേമൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ യെല്ലോ കളർ A4 ഷീറ്റിൻ്റെ ചെറിയ പീസ് എടുത്ത് വെച്ചോളൂ. ആ ഒരു പീസിൻ്റെ ലെങ്ത്ത് ഒരു 0.5 സെൻറ്റിമീറ്ററിൽ താഴെ മതി. ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ. ഇനി അതിന് ശേഷമാണ് നമ്മൾ കാലിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ കാലിക്സ് നമ്മൾ ഫിനിക്സ് പേപ്പർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് വേണ്ട പീസിൻ്റെ ലെങ്ത്ത് 9 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ അതിൻ്റെ ലെങ്ത്ത്. ബ്രെഡ്ത്ത് വരുന്നത് 3.5 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് താഴെ അതിൻ്റെ ലീഫും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ലീഫ് നമ്മൾ 2 ലെങ്ത് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അതിന് മുൻപ് ആ ലീഫ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കാലിക്സ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ആ സ്റ്റെം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ലീഫ് സെറ്റ് ചെയ്യാം. ലീഫ് 2 സൈഡിലായിട്ട് ഓരോ ലീഫ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ലീഫ് നമുക്ക് ഫിനിക്സ് പേപ്പർ തന്നെയാണ്, ഗ്രീൻ കളറ്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 11 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് വരുന്നത് 2.5 സെൻറ്റിമീറ്റർ. ഇനി ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുന്ന ലീഫ് കുറച്ചും കൂടി ലെങ്ത്ത് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് വരുന്നത് 2.5 സെൻറ്റിമീറ്ററും. ഇനി നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അത് ഒരു 3/4 ഭാഗത്തോളം ഒരു സൈഡ് മടക്കി ഗമ്മ് കൊടുത്ത് അത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ അറ്റത്ത് ഒരു ഏറ്റവും ടോപ്പിൽ വരുന്ന പോർഷൻ ഒന്ന് പതുക്കെ വലിച്ചൊന്ന് അതിൻ്റെ ഷേപ്പിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ഒന്ന് ചുരുക്കി വേണം നമ്മളത് കെട്ടിയെടുക്കണം. ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മളത് കെട്ടിയെടുക്കണം. അതൊക്കെ ശ്രദ്ധിച്ച് പേപ്പർ കീറാതെ നന്നായി ഒന്ന് വലിച്ചു കൊടുത്ത് നമുക്കതിൻ്റെ ഷേപ്പ് ഒന്ന് സെറ്റ് ചെയ്യണം. ഇനി അതിൻ്റെ അറ്റത്ത് നമ്മളൊരു കർവ്ഡ് ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണ്.
ഇതുപോലെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ സ്റ്റേമൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ഫ്ലവറിൻ്റെ ഉള്ളിൽ നമ്മൾ കടത്തി വെച്ചിരിക്കുന്ന ആ സ്റ്റെമ്മിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റെമ്മ് പതുക്കെ മുകളിലേക്ക് ഒന്ന് തള്ളുക. ആ സ്റ്റെമ്മിൻ്റെ ടോപ്പിൽ തന്നെ നമ്മൾ ഈ സ്റ്റേമൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി അത് കറക്റ്റ് പൊസിഷനിലേക്ക് വെച്ചോളൂ.
അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കി നോക്കണം, വളരെ എളുപ്പമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.